Hello students, welcome back to Mini Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിഡക്ഷൻസ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് റിലേറ്റിംഗ് ടു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. ഇതിനു മുൻപ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്, ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ആണ്. അതിലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഗ്രോസ് ആനുവൽ വാല്യൂ, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ലാത്ത കാരണം ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇഫ് എ ലോൺ ഈസ് ടേക്കൺ ഫോർ റിപ്പയേഴ്സ്, റീകൺസ്ട്രക്ഷൻ, റിന്യൂവൽസ് ഓർ റീകൺസ്ട്രക്ഷൻ of a self-occupied house property, the maximum limit for deduction of interest shall be rupees 30,000. Then, if a loan is taken for construction or acquisition of a house and the house is completed or loan is taken before 31st March 1999, the deduction of interest shall be rupees 30,000. ഈ സെയിം ലോൺ ആഫ്റ്റർ 31st March 1999 ആണ് എങ്കിൽ ഡിഡക്ഷൻ അലൗഡ് ഈസ് rupees 2 lakhs ആണ്. ഇനി എന്താണ് ചാർട്ട്, എങ്ങനെയാണ് നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്? ദിസ് ഈസ് ദ ചാർട്ട്, ദറ്റ് ഈസ് ചാർട്ട് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ, then municipal tax paid by the owner is not deductible, thus there is no annual value. ആനുവൽ വാല്യൂ ഇല്ലാത്ത കാരണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് ആനുവൽ വാല്യൂ ഈ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് വരുന്നില്ല. ആകെ ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാക്സിമം 30,000 ഫോർ ലോൺ ടേക്കൺ ബിഫോർ 1st April 1999 ആൻഡ് ഓൾസോ ഫോർ ലോൺ ടേക്കൺ ഫോർ ദ റിപ്പയറിംഗ് ഓഫ് ദി ഹൗസ്. അപ്പോൾ എമൗണ്ട് 30,000 ആണ്. മാക്സിമം rupees 2 lakhs ഫോർ ലോൺ ടേക്കൺ ആഫ്റ്റർ 1st April 1999 ടു പർച്ചേസ് ഓർ കൺസ്ട്രക്ട് ദ ഹൗസ്. ഇത്രയാണ് കണ്ടീഷൻസ്. നമ്മൾക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകും. ഇങ്ങനെയാണ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. Mr. A owns 2 houses. The particulars are given below. 2 ഹൗസാണുള്ളത്. അതിൽ നേച്ചർ ഓഫ് ദ ഹൗസ്, ഫസ്റ്റ് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, സെക്കൻഡ് ഹൗസ് ലെറ്റ് ഔട്ട് ആണ്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, റെൻറ്റ് റിസീവ്ഡ്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ കൺസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയാണ് ഇൻഫോർമേഷൻസ് തന്നിട്ടുള്ളത്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെയും ലെറ്റ് ഔട്ട് ഹൗസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് income from house property, first one self occupied house. For self-occupied house, there is no annual value. Annual value nil. Less deduction. Under section 24, interest on loan for construction. Interest on loan amount 30,000. That is minus 30,000. That is the income from house property. Income from house property is minus 30,000. Then second one is let out house. Let out house.
All values are given: municipal value, fair rent, rent received, standard rent. By making comparison all these values, find the annual value. Thus, the annual value becomes 1,20,000. Annual value, gross annual value. Gross annual value. Gross annual value is 1,20,000. Less municipal tax paid. Less municipal tax paid, that is 8,000. 1,12,000, that is the annual value. Annual value is 1,20,000. Then ഇനി എന്താണ് ലെസ് ഡിഡക്ഷൻസ്? ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24. ലെറ്റ് ഔട്ട് ഹൗസിന് ആനുവൽ വാല്യൂ ഉണ്ട്. ദെൻ ലെസ് ഡിഡക്ഷൻസ്. ഫസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓഫ് ആനുവൽ വാല്യൂ. 30% of annual value, that is 1,12,000 into 30 by 100. $33,600. Then interest on loan, there is no limit. Let out the house in a interest on loan, there is no limit. Interest on loan, interest on loan, that is 40,000. Total is 73,600. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ we get 38,400. That is the income from house property. Let out house in it. Thus total income from house property, income from house property, let out house self occupied house add ചെയ്യുമ്പോൾ we get that is minus 30,000 plus 38,400. That is 8,400. That is the income from house property. ഇങ്ങനെയാണ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെയും അതുപോലെ തന്നെ ലെറ്റ് ഔട്ട് ഹൗസിൻ്റെയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.